Over to Pastor Anish. കർത്തருக்கு സ്തോത്രം. ஆண்டவரும் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே உங்கள் அனைவரையும் ഷിക്കാഗോ പ്രയർ ലൈൻ ഷാർപ്പിലെ വാഴ്ത്തി വരവേൽக்கிறோம். കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് ഡോക്ടർ ശശികുമാർ താല്പര്യപ്പെട്ട പ്രകാരം നമ്മളൊരു മൾട്ടി ലിംഗ്വൽ മീറ്റിംഗ് ആയിട്ട് നടത്തുകയാണ്. പ്രത്യേകമായിട്ട് നമ്മൾ കർത്താവിൻ്റെ ഉയർപ്പിനെയൊക്കെ ആചരിച്ച ആഘോഷിച്ച അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത ഒരാഴ്ചയായിരുന്നല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഉയർപ്പ് എന്താണ്, അതിൻ്റെ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ ക്രൈസ്തവ ചിന്തയിൽ എന്താണ് എന്ന് ചുരുക്കമായിട്ട് കർത്താവിൽ ചിന്തിക്കണം എന്നത്ര ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് ഞാനൊരു വാക്യം വായിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 5ഉം 6ഉം വാക്യങ്ങൾ. ലൂക്ക 24:5-6. Gospel of St. Luke 24:5-6. അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു. ഭയപ്പെട്ട് മുഖം കുനിച്ചു നിൽക്കുമ്പോൾ അവർ അവരോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. Why do you seek the living one among the dead? He is not here, but he has risen. உயரோடிருக்கவரே நீங்கள் மரித்தோரிடத்தில் தேடுகிறதென்ன? அவர் இங்க இல்லை, அவர் ഉയർത്തെഴുந்தார்கள். നിങ്ങളുള്ളവരെ, നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. അവിടെ ദൈവദൂതന്മാർ ചോദിക്കുകയാണ്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഉയരോടിരിക്കവരെ നിങ്ങൾ മരിത്തോരിടത്തിൽ തേടുகிறதென்ன? അവർ ഇങ്ക ഇല്ലേ, അവർ ഉയർത്തെഴുந்தாർ. കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്താണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ആ ക്രൈസ്തവ ചിന്തയിൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് സുവിശേഷത്തിൽ ഉയർത്തെഴുന്നേൽപ്പിനുള്ള പ്രാധാന്യം എന്താണ്? വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റിസറക്ഷൻ? നമ്പർ 1, റിസറക്ഷൻ ഗീവ്സ് guarantee for all God's promises. Resurrection gives guarantee for all God's promises. We can trust. It is the surety to trust God's promises. All the resurrection proves that all God's promises are trustworthy. ഉയർത്തെഴുന്നേൽപ്പ് ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും സത്യമാണ് എന്ന് തെളിയിക്കുന്നു. ഉയർത്തെഴുതൽ ആണ്ടവർ തന്ന വാഗ്ദത്തങ്ങളെ നമ്പി ചെയ്യുന്നത്. We can trust that all God's promises are true because we see that throughout Bible there are prophecy about Jesus. കർത്താവ് ക്രൂശിക്കപ്പെടും, എന്നാൽ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന ആ പ്രോഫസി നമുക്ക് എല്ലാ പഴയ നിയമത്തിലെ മിക്ക പ്രവാചക പുസ്തകങ്ങളിലും കാണുന്നതിന് സാധിക്കും. സങ്കീർത്തനങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. എല്ലാ പ്രത്യേകമായിട്ട് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ മറ്റെല്ലാ പ്രവാചക പുസ്തകങ്ങളിലുമുള്ള ആ പ്രോഫസി, ആ പ്രവചനം യാഥാർത്ഥ്യമായിരിക്കുകയാണ് യേശുവിൻ്റെ ഉയർത്തെഴുന്നേറ്റിലൂടെ. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പില്ലെങ്കിൽ എന്തായിരുന്നു? കർത്താവിൻ്റെ മിനിസ്ട്രി എല്ലാം അവിടെ തന്നെ അവസാനിക്കുമായിരുന്നു. ഇമ്പോർട്ടൻസ് ഓഫ് റിസറക്ഷൻ ഫോർ ക്രിസ്ത്യൻ ഫെയ്ത്ത് ഈസ് ദാറ്റ് വിത്തൗട്ട് റിസറക്ഷൻ ജീസസ് മിനിസ്ട്രി എൻഡ്സ് ഇൻ ഡിസല്യൂഷൻ ആൻഡ് ഡിഫീറ്റ്. നമുക്കറിയാം, കർത്താവിൻ്റെ ശിഷ്യന്മാർ ആ ക്രൂശീകരണത്തിന് ശേഷം അവരെല്ലാം ഭയപ്പെട്ട് ഓടിപ്പോകുകയായിരുന്നു. വെൻ ജീസസ് വാസ് ക്രൂസിഫൈഡ്, വി നോ all his disciples ran away afraid.
അവരെല്ലാം ചിതറിപ്പോയി എന്നാണ്. ദേ ഓൾ ആർ സ്കാറ്റേഡ്. അവർക്ക് ജീവിതത്തിൽ പിന്നീട് നമുക്ക് അറിയാം, ദേ ദേ സ്റ്റോപ്പ് ദ മിനിസ്ട്രി, ദേ കംപ്ലീറ്റ്ലി ലെഫ്റ്റ് ദ മിനിസ്ട്രി. യേശുവിൻ്റെ ആ ക്രൂശീകരണത്തിന് 2 ദിവസം കഴിഞ്ഞപ്പോൾ 3-ാം ദിവസം തന്നെ അവരുടെ പഴയ ജോലിയിലേക്ക് പോയാണ്. പീറ്റർ വെന്റ് ആൻഡ് ടുക്ക് ഹിസ് ബോട്ട് ആൻഡ് ടുക്ക് ഹിസ് നെറ്റ് ആൻഡ് ഹി കോൾഡ് other 6 disciples, and out of 11, 7 of them going back to their fishing, and they forgot all the great life with Jesus, all the great ministry with Jesus, everything finished. യേശു അവിടെ തിബരിയാസ് കടൽക്കരയിൽ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. ജീസസ് അപ്പിയറിംഗ് ടു ദം അറ്റ് ദ ഷോർ ഓഫ് തിബരിയാസ് സീ ആൻഡ് റെസ്റ്റോറിംഗ് ദം. അല്ലായിരുന്നുവെങ്കിൽ യേശു അവിടെ ഉയർത്തെഴുന്നേറ്റ് ആ ശിഷ്യന്മാരോട് ഉള്ള, ഇഫ് ദർ വാസ് നോ എൻകൗണ്ടർ ദർ അറ്റ് ദ സീ ഓഫ് ടിബരിയാസ്, there would not have been any gospel either. അവരെല്ലാം മീൻപിടുത്തക്കാരായിട്ട് മുക്കുവരായിട്ട് അവരുടെ ജീവിതം തുടർന്ന് ഒരുപക്ഷെ അങ്ങനെ അവസാനിക്കുമായിരുന്നു. അതുകൊണ്ട് നമുക്കറിയാം, റിസറക്ഷൻ ഗീവ്സ് ഗ്യാരണ്ടി, ഇറ്റ് പ്രൂവ്സ് ഓൾ ഗോഡ്സ് പ്രോമിസസ്. നമുക്കറിയാം, God has given us so many promises. Bible is full of promises. All these promises are for us. തിരുവചനം മുഴുവൻ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ്. ഈ വാഗ്ദാനങ്ങളെല്ലാം നമുക്കുള്ള വാഗ്ദാനങ്ങളാണ്. എന്നാൽ ആ വാഗ്ദാനങ്ങൾ വിശ്വസിക്കുകയും അത് ക്ലെയിം ചെയ്യുകയും ചെയ്താൽ അത് നമ്മുടേതാകും. ആ വാഗ്ദാനങ്ങൾ നമുക്കറിയാം, അബ്രഹാമിന് ദൈവം വാഗ്ദാനം കൊടുത്തു. God gave promises to Abraham and he trusted, even though against all the odds he trusted. ആശയ്ക്ക് വിപരീതമായി അവൻ ആശയോടെ വിശ്വസിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ അതേ വാഗ്ദാനം കേട്ട് സാറ ചിരിച്ചു. എന്തായിരിക്കും? ഇത് വല്ലതും നടക്കുന്ന കാര്യമാണോ? ദീസ് തിങ്സ് ആർ, ഈസ് ഇറ്റ് പോസിബിൾ? മേ ബി ഷീ ഫെൽ, ദാറ്റ് ഈസ് വൈ ഷീ ഫെൽ ലാഫിങ്. എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എല്ലാം സത്യമാണ്, എല്ലാം യാഥാർത്ഥ്യമാകുന്നതാണ് എന്ന് ഈ ഉയർത്തെഴുന്നേൽപ്പ് തെളിയിക്കുകയാണ്. ഫോർ ഗോഡ്സ് പ്രോമിസസ്, ഫോർ ആസ് മെനി ആസ് ദ പ്രോമിസസ് ഓഫ് ഗോഡ് ഇൻ ഹിം ദേ ആർ യെസ്. 2 Corinthians 1:20. 2 കൊരിന്ത്യർ 1-ാം-അധ്യായം 20-ാമത്തെ നമ്മൾ വായിക്കുന്നു, അവനിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം ഊവ്. ജീസസ് ഈസ് ദ യെസ് ഓഫ് ഗോഡ്. ആരെങ്കിലും അത് തമിഴിൽ ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. If somebody can read that in Tamil. And also, தேவனுக்கு மகிமை உண்டாகும்படி தேவனுடைய வாக்குத்தத்தங்கள் எல்லாம் இயேசு கிறிஸ்துவுக்குள் ஆம் என்றும் அவருக்குள் ஆமேன் என்றும் இருக்கிறதே. യേശു ക്രിസ്തുവിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെല്ലാം ഉവ്വ്. All his promises are yes. Jesus is our yes. കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റു. അതിൽ തന്നെ ദൈവത്തിന്റെ എല്ലാ വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണമാണ്. അതുപോലെ തന്നെ സിസ്റ്റർ, പ്ലീസ് റീഡ് ദാറ്റ് കീ വേർഡ്സ്. Luke 24:5-6. Luke 24:5-6. That is the key words. அந்த ஸ்திரீகள் பயப்பட்டு தலை கவிழ்ந்து தரையை நோக்கி நிற்கையில் அந்த 2 பேரும் அவர்களை நோக்கி, உயிரோடு இருக்கிறவரை நீங்கள் மரித்தோரிடத்தில் தேடுகிறது என்ன? அவர் இங்கே இல்லை, அவர் உயிர்த்தெழுந்தார். യേശുവിന്റെ ആ ഉയർത്തെഴുന്നേൽപ്പ് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പൂർത്തീകരിക്കുന്നു. മനുഷ്യനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള വാഗ്ദാനങ്ങൾ, എല്ലാ വാഗ്ദാനങ്ങളിലും ക്രിസ്തുവിൽ യേസ്, അവനിൽ ഊവ് എന്നാണ്. അതുകൊണ്ട് നമുക്ക് ഈ ബൈബിളിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദാനങ്ങളെല്ലാം നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. അത് നമുക്കുള്ളതാണ്, അത് യാഥാർത്ഥ്യമാകുന്നതാണ്, അത് നമ്മുടെ ജീവനിൽ യാഥാർത്ഥ്യമാകേണ്ടതാണ് എന്നുള്ള വിശ്വാസമുള്ളവരായിട്ട് നമുക്ക് ഇരിക്കുന്നതിനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഒന്നാമതായിട്ട് നമ്മൾ കേട്ടത്, റിസറക്ഷൻ ഗീവ്സ് ഗ്യാരണ്ടി ഫോർ ഓൾ പ്രോമിസസ് ഓഫ് ഗോഡ്. കർത്താവ് ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളെയും അത്
തെളിയിക്കുന്നു, അത് ഊട്ടിയുറപ്പിക്കുന്നു. നമുക്ക് വിശ്വസിക്കാം, ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനം പോലും അസ്ഥാനത്താകത്ത ഇല്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഗ്യാരണ്ടീഡ്. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് അത് ഗ്യാരണ്ടി ചെയ്തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഓരോ വാഗ്ദാനങ്ങളും സത്യമാണ്. 1500 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകനിലൂടെ പറഞ്ഞതായ ആ വാഗ്ദാനങ്ങളെല്ലാം കർത്താവിൽ പൂർത്തീകരിച്ചു. അതുകൊണ്ട് ഇന്ന് നമുക്കുള്ള വാഗ്ദാനങ്ങളും എല്ലാം തന്നെ സത്യമാണ്. ഉയർത്തെഴുതൽ ആണ്ടവർ തന്ന വാഗ്ദത്തങ്ങളെ നമ്പി ചെയ്യുന്നത്. രണ്ടാമതായി ഡോക്ടർ ശശി ഇതിന്റെ തമിഴ് പറയണോ അതോ എല്ലാവർക്കും മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. മനസ്സിലായി പാസ്റ്റർ. ഗോ ഹെഡ്. இரண்டாவதாய் உயர்த்தெழுதல் நாம் பெறுகின்ற பாடுகளை அர்த்தமுள்ளதாக்கிறது. உயர்த்தெழுதல் நாம் பெறுகின்ற பாடுகளை അർത്ഥമുള്ളതാക്കുന്നത്. റിസറക്ഷൻ മേക്സ് ഓൾ അവർ സഫറിങ്സ് മീനിങ്ഫുൾ. പ്രിയമുള്ളവരെ, നമുക്കറിയാം കർത്താവിൻ്റെ നമ്മുടെ കഷ്ടപ്പാടുകൾ, കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ വേദനകളും കഷ്ടപ്പാടുകളെയും അർത്ഥമുള്ളതാക്കി തീർക്കുന്നു. ചിലപ്പം കഷ്ടപ്പാടുകളിലൂടെ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഓ എന്തിനായി കഷ്ടപ്പാടെല്ലാം അനുഭവിക്കുന്നത്, എനിക്ക് സുഖമായിരുന്നാൽ മതിയല്ലോ. വൈ മൈ ലൈഫ് ഹാസ് സോ മെനി സഫറിങ്സ്, ബട്ട് ഓൾ ദീസ് സഫറിങ്സ് ഹാസ് എ മീനിങ്. കർത്താവിൻ്റെ ഇഫ് വി ലുക്ക് അറ്റ് ജീസസ് മിനിസ്ട്രി, his ministry was full of suffering. We may think that his suffering was only the last 3 days or last 1 week. No, from the day one, as far as we know, from the day one, his life and his ministry was full of suffering. The first day when he preached in his own home church, I am preaching in this Chicago prayer line, and after preaching everybody will say, oh pastor, it was good, then I feel good. But when Jesus preached very good in his home church, after the preaching, what happened? Some people said it is good, but most people were angry and they pushed Jesus, and they tried to push him from a mountain and kill him. നമുക്കറിയാം, അവിടെ ഉണ്ടായിരുന്നൊരു മലയിലേക്ക് യേശുവിനെ ബലമായി കൊണ്ടുപോയി അവിടെ നിന്ന് കിഴുക്കാൻ തൂക്കായ ഒരു തൂക്കത്തിൽ ഒരു താഴ്ചയിലേക്ക് തെള്ളിയിട്ട് കൊല്ലുവാൻ നോക്കി എന്നാണ് നമ്മൾ വായിക്കുന്നത്. പ്രിയമുള്ളവരെ, ആദ്യമായിട്ടൊരു ചർച്ചിൽ പ്രസംഗിച്ച് നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ ഉടനെ അതിന് കിട്ടുന്ന പ്രതിഫലമാണ്. എപ്പോഴും കർത്താവിൻ്റെ ജീവിതം ആകമാനം ഇങ്ങനെയായിരുന്നു. ഹിസ് ലൈഫ് വാസ് ഫുൾ ഓഫ് സഫറിങ്. ഇപ്പോഴ് നമുക്കറിയാം, ആരെങ്കിലും ഒരു രോഗിയെ, വലിയൊരു കൺവെൻഷനിൽ ഒരു രോഗിയെ സൗഖ്യമാക്കിയാൽ നമ്മളെല്ലാവരും അദ്ദേഹത്തെ എത്ര ദൈവഭക്തനായ മനുഷ്യനാണ്, എല്ലാവരും നല്ല പബ്ലിസിറ്റി. എന്നാൽ കർത്താവ് ഒരു രോഗിയെ സൗഖ്യമാക്കി, ഒരു കുരുടനെ സൗഖ്യമാക്കി, ഉടനെ എല്ലാവരും കൂടെ, പരീശന്മാരും ശാസ്ത്രിമാരും മഹാപുരോഹിതനും എല്ലാവരും കൂടി യേശുവിനെ പിടിക്കാനും ഉപദ്രവിക്കാനും അങ്ങനെയൊക്കെ നോക്കുകയാണ്. പ്രിയമുള്ളവരെ, whenever Jesus did good things, he did only good things. He never did anything bad. But all the time, people were the powerful people, high priest and all these Jewish leaders, all those people were after him. അതുകൊണ്ട് എന്നാൽ നമുക്ക് അറിയാം, his own family didn't support or believe him. കർത്താവിൻ്റെ സ്വന്തം സഹോദരന്മാർ പോലും കർത്താവിനെ വിശ്വസിക്കുകയോ ആദരിക്കുകയോ ചെയ്തില്ല. എന്നാൽ നമുക്കറിയാം, കർത്താവിൻ്റെ സഹോദരനായിരുന്നു യാക്കോബ്, ഒരു അപ്പോസ്തലനായിരുന്ന യാക്കോബ്. ജെയിംസ് who was an apostle of Jesus, a disciple of Jesus. ജെയിംസ് was a disciple of Jesus. ബട്ട് മറ്റുള്ള സഹോദരന്മാർ മിക്ക ആളുകളും യേശുവിനെ വിശ്വസിച്ചില്ല. ആദ്യം മുതൽ തന്നെ യേശുവിനെ സംശയിക്കുകയും സപ്പോർട്ട് ചെയ്യാതിരിക്കുകയും എവിടെയെല്ലാമാണെങ്കിലും നമുക്കറിയാം, ആ സുവിശേഷത്തിൽ ആകമാനം നമ്മൾ പഠിക്കുമ്പോൾ എത്ര നന്മകൾ ചെയ്താലും മനുഷ്യൻ ഉപദ്രവിക്കുവാനും കൊല്ലുവാനും ഒക്കെയാണ് ശ്രമിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് നാം കഷ്ടപ്പാടുകളിലൂടെ പോകുമ്പോൾ നാം നിരാശപ്പെടേണ്ടതായിട്ടില്ല. കർത്താവ് തന്നെ തൻ്റെ ആ ഉപമയിൽ കർത്താവിൻ്റെ ആ ക്രൂശീകരണത്തിന് തൊട്ട് മുമ്പ് തന്നെ കാണുവാൻ വന്ന ഗ്രീക്കുകാരായ സന്ദർശകരോട് കർത്താവ് പറയാണ്, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേ ഇരിക്കും, ചത്തു എങ്കിലോ വളരെ ഫലം കായ്ക്കും. If a
wheat, a grain of wheat, sit alone, it will not make any fruit, it will not be fruitful, but it fell into the soil and die. Then it will become so much fruitful for the world. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, നമ്മൾ കഷ്ടപ്പാടുകളിലൂടെ പോകുമ്പോൾ പൗലോസ് പറയാണ്, എപ്പോഴും പൗലോസ് പറയാണ്, ഞാൻ കഷ്ടപ്പാടുകളിലൂടെ പോകുമ്പോൾ ഞാൻ സന്തോഷിക്കുകയാണ്. എന്തുകൊണ്ടാണ്? കർത്താവിൻ്റെ കഷ്ടപ്പാടുകളിൽ ഞാൻ പങ്കാളി ആകുകയാണ്, അവൻ്റെ ക്രൂശിൽ ഞാൻ പങ്കാളിയാകാണ്. പോൾ ഓൾവേസ് സേ, ഐ ആം റിജോയ്സിങ് ഇൻ മൈ difficulties, in my problems, in my difficulties. Why? Because I am sharing the cross of Christ. I am partaking in the sufferings of Christ. കർത്താവിൻ്റെ ആ കഷ്ടപ്പാടുകളിൽ ഞാനും പങ്കാളിയാകുകയാണ്. അതുകൊണ്ട് എനിക്ക് ആ ഉയർപ്പുണ്ട്, അതുകൊണ്ട് ആ ഉയർപ്പിൻ്റെ സന്തോഷം എനിക്കുണ്ട്. No cross, no crown. Without cross, we cannot have the resurrection. അതുകൊണ്ട് ആ കർത്താവിനോടുകൂടെ നാം ക്രൂശിക്കപ്പെടുന്നെങ്കിൽ, കർത്താവിനോടുകൂടെ കഷ്ടത അനുഭവിക്കുന്നെങ്കിൽ, ആ കർത്താവിനെ ഉയർപ്പിച്ചതായ ദൈവത്തിൻ്റെ ആത്മാവ്, അതേ ആത്മാവ് മർത്യശരീരങ്ങളെയും നിങ്ങളുടെ മർത്യശരീരങ്ങളെ ഉയർപ്പിക്കും. If you partake in the crucifixion of Jesus, in the suffering of Jesus in our life, then the same spirit which resurrected Jesus will resurrect you as well. അതുകൊണ്ടാണ് പൗലോസ് എപ്പോഴും സന്തോഷിക്കുന്ന, കഷ്ടങ്ങളിൽ അവൻ സന്തോഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോ കഷ്ടപ്പാടുകളിലൂടെ പോകുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണ്? വാട്ട് ഈസ് അവർ ആറ്റിറ്റ്യൂഡ് വെൻ വി ഗോ ത്രൂ ഓൾ ദ സഫറിങ്സ്? നമ്മുടെ ജീവിതത്തിൽ ഓരോരോ നമ്മൾ ആഗ്രഹിക്കാത്ത കഷ്ടപ്പാടുകൾ, പ്രതീക്ഷിക്കാത്ത കഷ്ടപ്പാടുകളൊക്കെ വരുമ്പോൾ നമ്മൾ വളരെ നിരാശരായിട്ട് ഇരിക്കുകയാണോ? വെൻ വി ഗോ ത്രൂ സഫറിങ്സ് ഇൻ അവർ ലൈഫ്, difficulties in our life, are we becoming desperate? Are we becoming disheartened? അങ്ങനെ ഇരിക്കാനല്ല. കർത്താവിൻ്റെ ഉയർപ്പ് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? The message of cross, the message of resurrection gives us encouragement and hope. നമുക്ക് പ്രത്യാശ നൽകുന്നതാണ്, നമുക്ക് ആശ്വാസം നൽകുന്നതാണ്. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ മർത്യശരീരങ്ങളെ ഉയർപ്പിക്കുന്നതാണ്. നമ്മുടെ കഷ്ടപ്പാടുകളിലൂടെ നമ്മൾ പോകുമ്പോൾ we have a great hope. When we go through all the suffering, we have a hope, we have a resurrection. ഈ കഷ്ടപ്പാടുകളൊക്കെ മാറി ഈ കഷ്ടപ്പാടുകളിലൂടെ നമുക്ക് ആ ഉയർപ്പിൻ്റെ സന്തോഷം അനുഭവിക്കുന്നതിനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന വിക്ടർ ഫ്രാങ്കൽ എന്ന he was a psychiatrist in Germany during Hitler's time. വിക്ടർ ഫ്രാങ്കൽ അദ്ദേഹം ഒരു സൈക്യാട്രിസ്റ്റ് ആയിരുന്നു. What happened is that these Nazis caught him and put him in a concentration camp. He was there in the concentration camp, and you know what happened in the concentration camp. നാസി ജർമ്മനിയിലെ ക്യാമ്പുകളിൽ എന്താ സംഭവിച്ചത് നമുക്കറിയാം. അവരെ കൊല്ലാനായിട്ട് അവിടെ കൊണ്ടുവന്ന് കുറച്ചുപേരെ അവിടെ ഉണ്ടായിരുന്ന ഫർണസിലിട്ട് വന്നപ്പോൾ തന്നെ കത്തിച്ചു കൊന്നു. ബാക്കിയുള്ളവരെ വിഷം കൊടുത്തു കൊന്നു. ബാക്കി മിക്ക ആളുകളെയും കൊന്നതെന്ന് പറഞ്ഞാൽ ഹിറ്റ്ലർ പറഞ്ഞു, നമുക്ക് വെടിവെച്ച് കൊല്ലാനെങ്കിൽ എത്രായിരം വെടിയുണ്ടകൾ വേണം. If we have to shoot all these people, we have to use thousands and millions, 100,000, thousands and thousands of bullets. അതുകൊണ്ട് അവരെ ആരെയും വെടിവെക്കണ്ട. നമ്മളൊരു കാര്യം ചെയ്താൽ മതി, ആർക്കും ആഹാരം കൊടുക്കണ്ട. ആഹാരം കൊടുക്കാതിരിക്കുമ്പോൾ നമുക്ക് ആഹാരവും ലാഭം, ഇവരെല്ലാം പട്ടിണി കിടന്ന് ചാകും. ദാറ്റ് വാസ് ഹിസ് ജീനിയസ്. അങ്ങനെയാണ്. he said that don't give them food, don't shoot them. If we have to shoot them, we have to use thousands and thousands of bullets. So don't shoot them, put them in the camps, concentration camps, and make them work and work and don't give them any food. Like that they work and without food they will die. അങ്ങനെ ആയിരുന്നു. അങ്ങനെ എല്ലാവരും വളരെ നിരാശരായിട്ട് ആ ക്യാമ്പിലുണ്ടായിരുന്ന ആളുകൾ അവിടെ കിടന്ന് തന്നെ മരിക്കുകയാണ്. എന്നാൽ ഈ വിക്ടർ ഫ്രാങ്കൽ എന്ന ഈ മനുഷ്യൻ, അദ്ദേഹം ഒരു സൈക്യാട്രിസ്റ്റാണ്. അദ്ദേഹം പറയുകയാണ്, there is a hope. അദ്ദേഹം എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ എന്തുകൊണ്ടാണ് ഈ കഷ്ടപ്പാടിലൂടെ പോകുന്നത്? എന്തെങ്കിലും ഒരു കാരണമുണ്ട്. കാരണമില്ലാതെയല്ല ഈ കഷ്ടപ്പാടിലൂടെ ഞാൻ പോകുന്നത്. ഈ സഹിക്കാൻ വയ്യാത്ത ഈ വേദനയുള്ള കഷ്ടപ്പാടിലൂടെ ഞാൻ പോകുന്നെങ്കിൽ അതിനൊരു കാരണമുണ്ട്. അദ്ദേഹം ചിന്തിക്കുകയാണ്, ഞാൻ ഇതിനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതും. മാൻ സെർച്ച് ഫോർ മീനിങ്. മനുഷ്യന്റെ കഷ്ടപ്പാടുകളുടെ അർത്ഥം എന്താണ്? മാൻ സെർച്ച് ഫോർ മീനിങ്. അങ്ങനെ ഒരു പുസ്തകം ഞാൻ എഴുതും എന്ന് ചിന്തിച്ച് ആ കഷ്ടപ്പാടുകളുടെ അർത്ഥം എന്താണെന്നുള്ള
ഒരു പുസ്തകം അദ്ദേഹം എഴുതുകയാണ്. അവിടെ അദ്ദേഹത്തിന് കിട്ടിയ ടോയ്ലറ്റ് പേപ്പർ അല്ലെങ്കിൽ മുട്ടായിയുടെ പേപ്പർ, അവിടെ ഓരോ പേപ്പറിൽ അദ്ദേഹം അതിങ്ങനെ പെൻസിൽ കൊണ്ട് എഴുതി എഴുതി വെച്ച് അവിടെ ഇവിടെയൊക്കെ എഴുതി പാത്ത് വെച്ച് അങ്ങനെ അദ്ദേഹം, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ കഷ്ടപ്പാടുകളെല്ലാം അദ്ദേഹം ചിന്തിക്കുന്നത് എന്താണ്? ഞാൻ ഇവിടെ നിന്ന് ഒരിക്കൽ ഇറങ്ങിയിട്ട് ഒരു പുസ്തകം എഴുതും, ആ പുസ്തകം മില്യൺ കണക്കിന് ആളുകൾ വായിക്കും, അങ്ങനെ എനിക്കൊരു ജീവിതമുണ്ട്. അങ്ങനെ അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, അദ്ദേഹം മറ്റുള്ളവരെയൊക്കെ അങ്ങനെ ഉത്സാഹിപ്പിച്ചു. നിങ്ങളുടെ കഷ്ടപ്പാടുകളിൽ എല്ലാവരും അവരെ ഉത്സാഹിപ്പിച്ച് അനേകർക്ക് അദ്ദേഹം ധൈര്യം നൽകി. എന്നാൽ അനേകർ അവിടെ മരിച്ചുപോയി. ആരാണ് അവിടെ ആദ്യം മരിച്ചതെന്നറിയാമോ? നിരാശപ്പെട്ടിരുന്നവരാണ്. ഇനിയും ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയില്ല, എൻ്റെ ജീവിതം അവസാനിച്ചു, ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കിടന്ന് എൻ്റെ ജീവിതം തീരും. നമുക്കറിയാം, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യരായിരുന്ന ദാവീദ് പോലും പറഞ്ഞു, ഒരിക്കൽ പറഞ്ഞു, അദ്ദേഹം ഹീസ് എ മാൻ ഓഫ് ബൈ ഗോഡ്സ് ഹാർട്ട് എന്നാണ് പറയുന്നത്. ഡേവിഡ് ഈസ് എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഹാർട്ട്. സ്റ്റിൽ വൺ ടൈം he was saying, oh my God, one day I will die from the hand of Saul. ഞാൻ ഇവന്റെ കൈയാൽ ഒരിക്കൽ മരിക്കുകയേ ഉള്ളൂ എന്ന് അദ്ദേഹം പോലും പറഞ്ഞു. എന്നാൽ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കിടന്ന ആളുകളൊക്കെ അങ്ങനെയാണ് ചിന്തിച്ചു, ഞങ്ങൾ ഇവിടെ കിടന്ന് മരിക്കും, ആഹാരവും ഇല്ലാതെ, ഇനി ഞങ്ങൾ ആരെയും കുടുംബത്തെയും കാണത്തില്ല, മരിക്കും, ഇനിയൊരു പ്രത്യാശയില്ല, ജീവിതം അവസാനിച്ചു. അങ്ങനെ ചിന്തിച്ച ആളുകളാണ് ആദ്യം മരിച്ചുപോയത്. പെട്ടെന്ന് മരിച്ചുപോയി. നമുക്കറിയാം 1944 രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചപ്പോൾ, when the Second World War ended in 1944, United States military and other allied forces, they conquered Germany and they went to these concentration camps and they liberated this concentration camp. ഈ ക്യാമ്പുകളെല്ലാം ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ എല്ലാം അവർ വിമോചിപ്പിച്ചു. അമേരിക്കൻ പടയാളികൾ പോലും ആ ക്യാമ്പിലെ രംഗം കണ്ട് അവർ പോലും കരഞ്ഞുപോയി എന്നാണ് ചരിത്രം. അവിടെ എല്ലും തോലുമായിട്ട്, they all are people just like skeletons, എല്ലും തോലുമായിട്ട് മരിക്കാറായി കിടക്കുന്ന ആളുകളെയാണ് അവിടെ കണ്ടത്. എന്നാൽ അവർ മരിച്ചില്ല. ആ ഹോപ്പ് ഉണ്ടായിരുന്ന ആളുകൾ, ഞങ്ങൾ ഒരു ദിവസം ഇവിടെ നിന്ന് ഇറങ്ങും എന്ന് പ്രത്യാശയുണ്ടായിരുന്ന ആളുകൾ മരിക്കാതെ അവര് മരണകരമായ അനുഭവത്തിൽ ആഹാരമൊക്കെ കിട്ടാതെയൊക്കെ ഇരുന്നെങ്കിൽ തന്നെയും അവരുടെ ജീവൻ അവരുടെ ഉള്ളിൽ നിലനിന്നു. എന്നിട്ട് അവർക്ക് ആ സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരി അവർക്ക് കാണുവാൻ സാധിച്ചു. ബിക്കോസ് ഓഫ് their hope kept them alive and they were able to see the morning of the freedom. നമുക്കറിയാം, ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യായിരുന്നു. എന്നാൽ അവിടെ കൊല്ലാനായിട്ട് കൊണ്ടുവന്നിരുന്ന എല്ലാവരും ആ സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരിയിലേക്ക് നടന്നു കയറി. അതുകൊണ്ട് നമുക്കറിയാം. എന്നിട്ട് എന്താണ് ഇദ്ദേഹത്തിന് സംഭവിച്ചത്? ഇദ്ദേഹം ഈ പുസ്തകം എഴുതി ഇദ്ദേഹത്തിന്റെ പേരൊന്നും വെക്കാതെയാണ് പ്രസിദ്ധീകരിച്ചത്. എന്ന് പറഞ്ഞാൽ അന്നും ഭയമായിരുന്നു, ഇതാരാ എഴുതിയതെന്ന് അറിഞ്ഞാൽ ഇനി ഈ ഹിറ്റ്ലറുടെ ആളുകൾ ആരെങ്കിലും പുറകെ വന്ന് കൊല്ലുമോ എന്നൊക്കെ പേടിച്ച് അദ്ദേഹം അനോണിമസായിട്ട് പേരൊന്നും വെക്കാതെ ഈ പുസ്തകം എഴുതി. പുസ്തകം പ്രസിദ്ധീകരിച്ചു. ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, മില്യൺസ് ഓഫ് കോപ്പീസ് വെർ സോൾഡ്. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ പേരും ഒക്കെ വെച്ച് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചു. മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് കോപ്പീസ് വെർ സോൾഡ്. ഈവൻ ടുഡേ, ദിസ് ഈവനിങ് ആൻഡ് ദിസ് മോർണിംഗ് I am talking about him. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രത്യാശ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെ പോയാലും, നമുക്ക് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ സാഹചര്യങ്ങളൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ കഴിയുകയില്ല. നമ്മളാരും അങ്ങ് അതിൻ്റെ 100-1 കഷ്ടപ്പാടിലൂടെ പോയിട്ടില്ല. We cannot even suppose what was in the concentration camps of Nazi Germany, and none of us went through that kind of difficulties. But even through people who went through there, they came out. Actually, recently also there were some people here. ഇവിടെ ഞാൻ താമസിക്കുന്ന ഷിക്കാഗോയിലാണ് ഹോളോകാസ്റ്റ് മ്യൂസിയം. അന്നത്തെ ഇതിനെക്കുറിച്ചുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മ്യൂസിയം ഇവിടെയാണ്. ഇവിടെ ഷിക്കാഗോയിൽ ധാരാളം യഹൂദന്മാരുണ്ട്. ലോട്ട് ഓഫ് Jews from Germany came here. Lot of Jews are still here. Even in America there are some people who lived in that concentration camps. അന്ന് ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ചില ആളുകൾ ഇന്നും, അവർക്കൊക്കെ 98, 99 വയസ്സൊക്കെ ആയി, അവര് ഇന്നും ജീവനോടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവര്, Paul says that I am happy, I am not frustrated when I go through suffering.
because there is a meaning in this suffering. I am sharing the cross of Christ. I am sharing the sufferings of Christ. And because I go through this suffering, I will have a resurrection. എനിക്ക് സ്വാതന്ത്ര്യത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു പൊൻപുലരി ഉണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. നമുക്കറിയാം പത്രോസിന്റെ ലേഖനത്തിലെ പത്രോസ് പറയുകയാണ്, പ്രിയമുള്ളവരെ, നിങ്ങൾ നാനാവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങൾ പ്രയാസപ്പെട്ടു പോകരുത്. നിങ്ങൾ കൊള്ളാകുന്നവനായി, പരീക്ഷയിലൂടെയൊക്കെ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വെച്ചിരിക്കുന്നതായ ജീവകിരീടം നൽകും. Peter says in his epistle that when you go through difficulties and troubles and trials, don't get disheartened. When you go through it and when you come out successfully, Lord will give you that crown. അതുകൊണ്ട് ഏതെല്ലാം കഷ്ടപ്പാടിലൂടെ നമ്മൾ പോകുന്നെങ്കിലും നമ്മൾ ഭഗ്നാശരായി തീരാതെ, നിരാശരായി തീരാതെ കർത്താവിൽ സന്തോഷമുള്ളവരായിരിക്കാം. നമ്മൾ എന്തെല്ലാം സങ്കടങ്ങളിൽ കൂടെ, even if we go through all kinds of difficulties, let us sustain ourselves because God sustain us. Let us trust in God and go through all these difficulties because our God is trustworthy and He will carry us through all these difficulty. ഉയർത്തെഴുതൽ നാം പടുകിன்ற പാടുകളെ അർത്ഥമുള്ളതാക്കുന്നത്. മൂന്നാമത് ഉയർത്തെഴുതൽ നമ്മുടെ ഉരയാടൽ മറ്റും സാക്ഷികളെ വല്ലമയുള്ളവരായി മാറ്റുகிறது. Thirdly, resurrection changes our conversation and witness. മൂന്നാമതായിട്ട് ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ സംഭാഷണത്തെയും നമ്മുടെ ടെസ്റ്റിമണി, നമ്മുടെ സാക്ഷ്യത്തെയും മാറ്റുന്നതാണ്, അതിനെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. മൂന്നാമത് ഉയർത്തെഴുതൽ നമ്മുടെ ഉരയാടൽ മറ്റും സാക്ഷികളെ വല്ലമയുള്ളവരായി മാറ്റുகிறது. This changes our conversation and it changes our witness. നമുക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷം 24-13 വരെയുള്ള വാക്യങ്ങളിൽ, Gospel of Luke chapter 24 verses beginning from 13, we see that two disciples went to Emmaus. They were going to a journey. They were going from Jerusalem to Emmaus and they were talking about what happened. യെരുശലേമിൽ നിന്ന് എമ്മൂസിലേക്ക് പോയതായ ശിഷ്യന്മാര് ഈ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ സംഭാഷിച്ചുകൊണ്ട് പോവുകയാണ്. ഒരു അപരിചിതനായ ഒരാൾ വന്ന് വെച്ചാൽ, എന്തുവാ നിങ്ങൾ സംഭാഷിക്കുന്നത്? അവർ വാടിയ മുഖത്തോട് നിന്ന്, they were so down, they were so sad in their life. അവർ വാടിയ മുഖത്തോട് നിന്ന്, നിരാശയോടുകൂടെ, ദുഃഖത്തോടുകൂടെ, they were so frustrated, they were so disheartened in their life because they went through, they saw the crucifixion of Jesus. അത് ആരാണ്? ക്ലയോപ്പാവ് എന്നിട്ട് വേറെ ഒരാൾ, അത് ആരാണെന്ന് അവിടെ പറയുന്നില്ല. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? അവര് വാദിച്ചും തർക്കിച്ചും കൊണ്ട് പോയി എന്നാണ്. അപ്പോൾ വാദിച്ചും തർക്കിച്ചും കൊണ്ട് പോയെങ്കിൽ 100% അല്ലെ 95% ഭാര്യയായിരിക്കാൻ അസാധ്യത. വാദവും തർക്കവും ഒക്കെ മിക്കവാറും ഭാര്യയും ഭർത്താവും തമ്മിലാണല്ലോ. അപ്പോൾ some people say that Cleopa and his friend, some people say that is his wife because they were arguing. എന്നിട്ട് മറിയ എന്നാണ് ക്ലയോപ്പാവിന്റെ ഭാര്യയുടെ പേര്. ക്ലയോപ്പാവും ഭാര്യ മറിയയും ആയിരിക്കണം അത്. രണ്ടുപേര് വാടിയ മുഖത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ എന്താണ്? യേശു അവിടെ ചെന്ന് അവരോട് സംഭാഷിക്കുകയാണ്. ജീസസ് ഈസ് ടോക്കിംഗ് ടു ദം, നോട്ട് ഓൺലി ടോക്കിംഗ്, എൻകറേജിങ് ദം. From where? With the word of God. He was teaching them all the 5 books of Moses, Pentateuch, 5 books of Moses and all the prophets. ആ പ്രവാചക പുസ്തകങ്ങളിൽ യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന വാഗ്ദാനങ്ങളെ കുറിച്ച് അവരെ പഠിപ്പിക്കുകയാണ്. ജീസസ് ടീച്ചിങ് ദം all the prophecies about them and proving that these God's promises are true. The best Bible study they have ever in their life. കർത്താവ് തന്നെ അവർക്കൊരു നല്ലൊരു ബൈബിൾ സ്റ്റഡി അവിടെ നടത്തുകയാണ്.
ആ ബൈബിൾ സ്റ്റഡി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പിന്നീട് പറയുകയാണ്, അവർ ഹാർട്ട്സ് വെർ ബേണിങ്, അവർ ഹാർട്ട്സ് വെർ ബേണിങ് ഇൻ അവർ ഇൻസൈഡ് ആസ്, ഞങ്ങളുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു. അതുപോലെയുള്ളൊരു സംഭാഷണമായിരുന്നു അവരുടെ നേരത്തെയുള്ള സംഭാഷണം. എന്താണ്? നിരാശയുടെ സംഭാഷണം, വേദനയുടെ സംഭാഷണം, പ്രതീക്ഷകളില്ല, ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം നശിച്ചു. അവർ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ ഇവൻ മശിഹയാണെന്ന് വിചാരിച്ചു, എന്നാൽ മശിഹയല്ലായിരുന്നു, അവനെ ക്രൂശിച്ചു, ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോയി. They were saying we thought that Jesus was the Messiah and we have lot of expectation, aspirations about him, but all our expectations were gone. Now we are so frustrated. They were talking all frustration and no hope, nothing, all desperate. But എന്നാൽ യേശു അവരോട് അടുത്ത് എന്ന് സംസാരിച്ചപ്പോൾ they had hope in their hearts were burning, their spirit was burning inside. അവരുടെ സംഭാഷണം അങ്ങ് മാറുകയാണ്. The conversation was changing. അവരുടെ സംഭാഷണം അങ്ങ് മാറി. ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു അവരോടൊപ്പം നടന്നപ്പോൾ അവരുടെ സംഭാഷണത്തിന്റെ രീതിയും മട്ടും ഭാവവും ഒക്കെ മാറുകയാണ്. അവരുടെ ഹൃദയം, നിരാശയിലിരുന്നതായ അവരുടെ ഹൃദയം കത്തുകയാണ്, സന്തോഷം കൊണ്ട് കത്തുകയാണ്. Then their witness change. അവരുടെ സാക്ഷ്യം അങ്ങ് മാറി. അവരുടെ സാക്ഷ്യം എന്തായിരുന്നു? ഞങ്ങൾ ആ യെരൂശലേമിൽ നിന്ന് തിരിച്ച് അവരുടെ വീട്ടിലേക്ക്, അവരുടെ എമ്മോസിലെ അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. എന്നാൽ അന്ന് രാത്രി അപ്പോൾ തന്നെ അത് യേശുവാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അപ്പോൾ തന്നെ അവർ എഴുന്നേറ്റ് തിരികെ തിടുക്കത്തോടുകൂടെ തിരികെ യെരൂശലേമിലേക്ക് ചെന്ന് അവരൊരു സാക്ഷ്യം പറയാണ്, ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിനെ കണ്ടു. We saw Jesus who was resurrected. ഈ resurrection is true and we are witnesses of it എന്നൊക്കെ അവർ പറയാണ്. അവരുടെ ആ സാക്ഷ്യം അങ്ങ് വ്യത്യാസപ്പെട്ടു. പ്രിയമുള്ളവരെ, ദിസ് ഈസ് വാട്ട് ഷുഡ് ഹാപ്പൻ ഇൻ അവർ ലൈഫ്. നമ്മൾ നിരാശയോടെയൊക്കെ ഇരിക്കുകയായിരിക്കും. സംടൈംസ് വി മേ ഗോ ത്രൂ സോ മെനി ഡിഫിക്കൽട്ടീസ് ഇൻ അവർ ലൈഫ്. നമ്മൾ നിരാശയോടെ ഇരിക്കുക. എന്നാൽ ആ ഉയർത്തെഴുന്നേൽപ്പിനെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ ആ സന്തോഷമുള്ളവരായിട്ട് നമ്മുടെ ആ സംഭാഷണത്തിന്റെ രീതി മാറുകയാണ്. മറ്റുള്ളവരോട് നമ്മൾ സംഭാഷിക്കുമ്പോൾ നിരാശയുടെ സംഭാഷണമല്ല, പ്രത്യാശയുടെ സംഭാഷണമാണ്. അവർ കോൺവെർസേഷൻ ഷുഡ് ബി ഫിൽഡ് വിത്ത് ഹോപ്പ്. പിന്നീട് എന്താണ്? അവർ വിറ്റ്നസ് ചേഞ്ചസ്, വിറ്റ്നസ് ഫിൽഡ് വിത്ത് ഹോപ്പ് ആൻഡ് എർജൻസി. കർത്താവിലേക്ക് ആളുകളെ നയിക്കുന്നതിനായിട്ടുള്ള, ഉയർത്തെഴുന്നേറ്റ കർത്താവിലേക്ക് നയിക്കുന്നതിനായിട്ടുള്ള ആ ഒരു വിറ്റ്നസ് ആണ്, ആ ഒരു സാക്ഷ്യമാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. മൂന്നാമത് ഉയർത്തെഴുതൽ നമ്മുടെ ഉരയാടൽ മറ്റും സാക്ഷികളെ വല്ലമയുള്ളവരായി മാറ്റുகிறது. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ എല്ലാം റിസറക്ഷൻ ഗീവ്സ് ഗ്യാരണ്ടി for all God's promises. Secondly, resurrection makes all our sufferings meaningful. And thirdly, resurrection changes our conversation and our witness. കർത്തർ നമ്മെ ആശീർവദിപ്പാരാക. താങ്ക് യു. மூன்றாம் நாள் உயிரோடு நான் எழும்புவேன், நான் மூன்றாம் நாள் உயிரோடு எழும்புவேன் என்று சொன்னதை அவள் சீடர்கள் நம்பவில்லை. அதே போல அவர் சொன்னாரு, நான் மீண்டும் வரப்போறேன், நான் பிதா வீட்டுல ஒரு வாசஸ்தலத்தை ஆயத்தப்படுத்த போய் சென்றிருக்கிறேன், நான் மீண்டும் உங்களை கொண்டு போய் என்னோடு கூட நான் வச்சுக்க போறேன் அப்படின்னு சொன்னதை இப்ப நீங்க நம்புவீங்களா? If you can believe today that he said in John 14th Gospel according to St. John 14th chapter, I have many mansions in my father's house, I will come and take you. அது ஒரு வாக்குத்தத்தம். அப்ப ஒவ்வொரு வாக்குத்தத்தமும் ஆண்டவர் கூறிய எல்லா வாக்குத்தத்தமும் ஆம் என்றும் ஆமேன் என்றும் எழுதப்பட்டிருக்கு. 2 கொரிந்தியர் 1:20 நாம் பார்த்தோம். ஹல்லேலூயா. இரண்டாவதாக நாம் பார்க்கிற காரியம் அருமையாய் சொன்னார். என்ன சொன்னார்? நம்முடைய பாடுகள், கஷ்டங்கள் எல்லாம் அதற்கு ஒரு அர்த்தம் உண்டு. ஏன்னா கிறிஸ்து பாடுபட்டு மரித்து உயிரோடு எழும்பினார். ஒரு நாளிலே கிறிஸ்துவுக்காக பாடுபடுகிறவர்கள், கிறிஸ்துவின் சுவிசேஷத்திற்காக பாடுபடுகிறவர்களுக்கு கர்த்தர் ஒரு அருமையான பலனை வைத்திருக்கார். நித்திய ஜீவனை கொடுப்பேன் என்று வாக்குத்தத்தம் செய்திருக்கிறார். அது நித்திய கிரீடத்தை, நம்மளுக்கு வாடாத கிரீடத்தை கொடுக்க போகிறார். நித்திய ஜீவனை அளிப்பார். ஆகவே இந்த பாடுகளை சகிக்கும் பொழுது நாம் சந்தோஷத்தோடு மகிழ்ச்சியோடு நாம் சகித்துக் கொள்ள முடியுது. இதற்காக நாம் கர்த்தரை ஸ்தோத்திரிப்போம். ஏனென்றால் கர்த்தர் வாக்கு மாறாது. மூன்றாவது அருமையான ஒரு குறிப்பை சொல்லி முடித்தார். என்னவென்றால், உயிர்த்தெழுதை கொடுத்த ஒரு நம்பிக்கை நமக்கு என்ன உண்டாகிறது? நம்பிக்கையை மட்டுமல்ல, நம்முடைய சம்பாஷணைகள் மாறுகிறது. நாம் சோர்வுள்ளவர்களாக
ஹோப் இல்லாத, விதவுட் ஹோப், யூ ஆர் நாட் பீப்புள் எனி லாங்கர் விதவுட் ஹோப். நம்பிக்கை இல்லாதவர்களால நம்பிக்கை உள்ளவர்களாக, இருதயம் கொழுந்து விட்டு எரிந்தது என்று எம்மா ஊர்ல சீடர்கள் சொன்னாங்க. அப்படி கொழுந்து விட்டு எரிகிற இருதயத்தோடு தேவனுடைய வசனத்தை உட்கொண்டவர்களாக, அது மட்டுமல்ல நாம் நற்சாட்சியுடையவர்களாக, இயேசுவை குறித்த நற்சாட்சி உள்ளவர்களாக, as a to give testimony about Jesus the living God. அவர் மரித்தேன் அதானாலும் சதா காலங்களிலும் உயிரோடு இருக்கிறேன் என்று சொன்ன அந்த இயேசுவை குறித்த நற்சாட்சி உள்ளவர்களாக, பாவத்தை விட்டு மனம் திரும்புங்கள், repent and enter into the kingdom of heaven என்று சொன்ன அந்த வாக்குத்தத்தங்களின்படி நம்முடைய அவருக்காக, அவருடைய வருகைக்காக நாம் ஒவ்வொருவரும் நம்மை தாமே ஆயத்த பண்ணி கொள்வோமாக. Let us prepare ourselves to receive him when he comes back again for us, believing his promises are always true, believing that our suffering is not in vain, believing that we are testimonies of Jesus, and our conversation, our testimonies would all be changed for the glory of God. Amen, amen, amen. May God bless you all with these words. Amen.